അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, 6ാം ക്ലാസ്സിലെ തസ്കിയ മൂന്നാമത്തെ പാഠം ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യകവാടം. അതിന്റെ തദ്രീബാത്താണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അവിടെ 4 കലിമാത്ത് അർത്ഥം, അറബി പദങ്ങളുടെ കർത്ത്: നുഹാസ് ചെമ്പ്, ഹറാറത്ത് ചൂട്, ഇബ്രീഖ് ജലപാത്രം, കിണ്ടി എന്നൊക്കെ പറയും, സിജിന് ജയില്, തഖ്ദീര് ചുംബനം, ഇനായത്ത് പരിഗണന, ഇസ്തിസ്ബാഹ് വിളക്ക് കത്തിക്കൽ, സജ്ജാൻ ജയിൽ വാർഡൻ, മഖ്ഫൂഫ അന്ത, സഖത്തുൻ കോപം, മിസ്ബാഹുൻ വിളക്ക്, സ്വഹാബത്തുൻ സഹവാസം. ഇനി വായിക്കാനാണ്. എന്താണ് നഖറഉ വായിക്കാൻ മനസ്സിലാക്കാം. യഹ്യൽ ബർക്കനി ആലിമുൻ ഖുറാസാനിയൻ ആശ ഫിൽ ഖർനി സാനി മിനൽ ഹിജ്റ. ഹിജ്റ 2ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ഖുറാസാനി പണ്ഡിതനാണ് യഹ്യൽ ബർക്കനി റളിയല്ലാഹു അൻഹു. അബ്വാബുൽ ജന്നത്തി എന്ന ഔസത്തു അബ്വാബുൽ ജന്നത്തി, ഔസത്തു സ്വർഗത്തിന്റെ മധ്യകവാടം അഥവാ ഖൈറു അബ്വാബിൽ. ഖൈറു അബ്വാബ് പറഞ്ഞാല് അഅ്ലാഹ. അപ്പൊ അബ്വാബുൽ ജന്നത്തി പറഞ്ഞാല് ഔസത്ത് അബ്വാബുൽ ജന്നത്താണ്, സ്വർഗത്തിന്റെ നടുത്തത്, സ്വർഗത്തിന്റെ മധ്യകവാടം. ഈ മാറ്റി എഴുതിയപ്പോൾ മാറി സംശയമുണ്ട്. പുസ്തകം നോക്കിക്കളിട്ടോ. ഇനി ഖുറാഉ വായിക്കാനാണ്. അതേപോലെ ഞാൻ സാധാ പറിച്ചിട്ട് എല്ലാ ക്ലാസ്സിലും വരുന്ന ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്. ഇത് സർഫാക്കാന് മാളി മുലാരി മസ്തർ, മാളി പാസ്റ്റ് ഫ്യൂച്ചർ, പിന്നെ സ്റ്റെമ്പ്. അടിസ്ഥാന പദം, ഏതൊരു അറബി വാക്കിന്റെ അടിസ്ഥാന പദം മസ്തറൈക്കാരം. ഈ മസ്തറിൽ നിന്നാണ് മറ്റുള്ള മാളി ആണെങ്കിലും മുലാരി ആണെങ്കിലും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരിക കേട്ടോ. ഹബസൻ എന്ന് പറഞ്ഞാണ് ഹബസിൻ യഹ്ബിസു. പറയുമ്പോ ഹബസ യഹ്ബിസ് ഹബസൻ. ഹമല യഹ്മിലു ഹംലൻ, മലഅ യംലഉ മൽഅൻ, മൽഅൻ മൽഉൻ പറയാം. അക്കറ യുഅക്കിദു തഅക്കീദുൻ, തഅക്കീദൻ. സഖന യസ്തഖിദു തസ്ഖീനുൻ. ഇസ്തബഹ യസ്തസ്ഹിബു ഇസ്തിസ്ഹാബുൻ. ഇൻബതാ യൻബതിഉ ഇൻബിതാഉൻ. അൽസഖ യുൽസിഖു ഇൽസാഖുൻ. ഖാറബ യുഖാരിബു മുഖാറബത്തുൻ. തഹമ്മല യതഹമ്മലു തഹമ്മുലുൻ. മനസ്സിലായോ? ഇത് മാളി, ഇത് മുലാരി, ഇത് മസ്തർ. ഇതിന് എത്ര പദങ്ങളുണ്ട്? 10 പദങ്ങളുണ്ട്. ഈ 10 പദങ്ങൾ പറഞ്ഞു പഠിക്കണം. നമ്മൾ നാവിലിന് വൈകി കിട്ടും. നമ്മളെങ്ങനെയാണ് ചെറുപ്പത്തിൽ പഠിച്ചു നാവിലിന് വൈകിപ്പോരും. കാറബ കേട്ട യുക്കാരിയുമ്പോ കാറബത്ത് ഓട്ടോമാറ്റിക്കാണ് വരും. ഐസ്ലക്ക് കേട്ട യുസിക്ക് ഇൻസാക്കാണ് വരും. അങ്ങനെ വരണം. നിങ്ങൾക്ക് പരിചയിക്കണം കേട്ടോ. നമ്മൾ അങ്ങനെ പരിചയിക്കേണ്ട വാക്കുകളാണ്. നിങ്ങൾ തന്നെ സഹന വന്നാൽ അതിന് മുലാരി യുസഖിന് വരും. പിന്നെ യസഖിന് പറയാൻ പറ്റില്ല. യുസഖിന് നാവില് വരാൻ പാടുള്ളൂ കേട്ടോ. പറഞ്ഞു പഠിക്കുള്ളൂ. തോഫീഖത്തെ. പിന്നെ തർജുമില ലുഗത്തിന, മാതൃഭാഷയിലേക്ക് മാറ്റാനാണ്. മാതൃഭാഷയിലേക്ക് മാറ്റാനുള്ള പിന്നെ എല്ലാവർക്കും 34 തർജുമില ലുഗത്തിന, മാതൃഭാഷയിലേക്ക് മാറ്റാനാണ്. അൽ വാലിദ് ഔസത്തു അബ്വാബിൽ ജന്ന, പിതാവ് സ്വർഗത്തിന്റെ മധ്യകവാടമാണ്. 2 ലില്ലാഹി ബിൽ വാലിദൈനി, അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. റഹിമക്കല്ലാഹു കമാ റബ്ബൈതനി സ്വഗീറ, റഹിമക്കില്ല ഉമ്മാന്ന് പറഞ്ഞ റഹിമക്കില്ലാഹു കമാ റബ്ബൈതനി സ്വഗീറ, എന്നെ ചെറുപ്രായത്തിൽ വളർത്തിയതുപോലെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അങ്ങേക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അങ്ങേക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ജഅലന അല്ലാഹു മിനൽ ബാദിരിൽ വാലിദൈൻ, വാലിദീനകൾ കുഴപ്പമൊന്നുമില്ല.
മാതാപിതാക്കൾക്ക് വാലിദീൻ അറിയുമ്പോൾ വാലിദീൻ മുസ്തന്നെ കേട്ടോ വാലിദീൻ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യുന്നവർ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ കേട്ടോ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ അതുമായി വാക്യങ്ങൾ തയ്യാറാക്കാൻ ഒന്നുകൂടെ പറഞ്ഞു. തന്റെ വയസ്സിൽ 80 ആയിരുന്നു യഹ്യ. فكان يوسف في 30 من عمري كان إدريس في 50 من عمري. അങ്ങനെ 80 80 70 30 50 അങ്ങനെ ചേർത്തിട്ടുണ്ട് ചെയ്യാം. ഒരേ പ്രായത്തിലായിരുന്നു. ആ പ്രായത്തിലായിരുന്നു. ഇപ്പൊ നിങ്ങൾ എത്രാമത്തെ വയസ്സില്ല അത് പറയുന്നേ. അപ്പൊ ചിലപ്പോ കുന്തു എന്നറിയാം കേട്ടോ. കുന്തു ഫീൽ 50 50 വയസ്സുകളിൽ പറയില്ലല്ലോ. നുജീബു നുജീബു ചോദ്യത്തിന് ഉത്തരം പറയാനാണ്. ചോദ്യത്തിന് ഉത്തരം പറയാം. കുറച്ച് ചോദ്യങ്ങൾ അതിന് ഉത്തരങ്ങൾ നിങ്ങൾ ഇങ്ങനെ പറയണം. എന്താ പറയുക മുഴുമൂല താത്തിട്ട് കാര്യമില്ല. ആവോ അല്ലേ? നുജീബു ചോദ്യോത്തരങ്ങൾ പറയാം. ഇതാണ് പറയല്ല. كيف سخن الفضل بن يحيى الماء لوالده حين منع السجان الحطبا. ജയിൽവാദൻ വിറക് തളഞ്ഞപ്പോൾ ഫള് എങ്ങനെയാണ് വെള്ളം ചൂടാക്കിയത്? വെള്ളപ്പാത്രം എടുത്ത് വിളക്കിന്റെ മുകളിൽ പിടിച്ചു തണുത്തു പോകും വരെ അങ്ങനെ നിന്നാണ് ചൂടാക്കി. രണ്ട് മാതാ ഫഅലൽ ഫള് ഹീന മനഅ സജ്ജാനു അൽ ഇസ്തിസ്ഹാബ. അവിടെ ഫളുവിനോട് വിളക്ക് ചൂടാക്കുന്നത് വിറക് ചൂടാക്കുന്നത് സജ്ജാന് കണ്ടപ്പോ ജയിൽവാദം കണ്ടപ്പന് എന്താക്കി? എങ്ങനെ വേണ്ട വെള്ളം ചൂടാക്കിയത്? ജയിൽവാദം വിളക്ക് തളഞ്ഞപ്പോൾ ഫളു എന്ത് ചെയ്തു? ഇതൊക്കെ ഉണ്ടാവും. കാരണം അത് മൊബൈലിന്റെ എഡിറ്റിങ്ങാണ് ഇങ്ങോട്ട് മാറ്റിയാണ്. കുറച്ചൊക്കെ തെറ്റൊക്കെ വരും. അപ്പൊ തിരുത്തലും എഡിറ്റിംഗ് ഒക്കെ പാടെ നടക്കുള്ളൂ. ഫള് എന്താണ് ചെയ്തത്? അവിടെ ജയിൽവാദൻ വിളക്ക് വിളങ്ങിയപ്പോൾ ചെമ്പിന്റെ പാത്രം എടുത്തു. ശേഷം വെള്ളത്തിന്റെ തണുപ്പ് പോകുന്നത് വരെ തന്റെ വയറിനോട് ചേർത്ത് പിടിച്ചു. കണ്ടോ? വെള്ളത്തിന്റെ തണുപ്പ് പോകുന്നത് വരെ വയറും വെച്ച് ഇങ്ങനെ ചൂടാക്കി. അതും കഴിഞ്ഞപ്പോ ഫള് തങ്ങൾ തന്റെ ഉപ്പയുമായുള്ള ആ മര്യാദ. ഇനി മൂന്നാമത്തെ പറയാം. കൈഫ കാന അബൂ ഹുറൈറത റളിയല്ലാഹു അൻഹു യഖ്റുജു മിൻ ബൈതിഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് വീട്ടിൽ നിന്ന് പുറത്തു പോയത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എന്തേനി അവസ്ഥ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ഒരുങ്ങുമ്പോൾ ഉമ്മയെ നോക്കി ഇങ്ങനെ പറയും, അസ്സലാമു അലൈകി യാ ഉമ്മാ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് കേൾക്കുന്ന ഉമ്മ ഇങ്ങനെ മറുപടി കൊടുക്കും, വഅലൈക്കസ്സലാം യാ വലദീ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശേഷം മഹാൻ ഉമ്മയോട് പറയും, ഉമ്മ, ഞാൻ ചെറുപ്പത്തിൽ വളർത്തിയതുപോലെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഉമ്മ, എന്നെ ചെറുപ്പത്തിൽ വളർത്തിയതുപോലെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോൾ ഉമ്മ പറയും, നീ വലുതായിട്ട് എന്നോട് ഗുണം ചെയ്തു കൊണ്ടിരിക്കുന്നത് പോലെ നിനക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇനി നിങ്ങളെ അമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ ചെയ്തു കൊടുക്കണേ നമ്മളെ മാതാപിതാക്കളോട് മാതാപിതാക്കളോട് അൻവാലിദീന്ന് കേൾക്കാറുണ്ടാവുക. മാതാപിതാക്കൾക്കുള്ള മാതാപിതാക്കളെ കുറിച്ച് എന്തെങ്കിലും അസൈൻമെന്റ് തയ്യാറാക്കാൻ, ഒരു ലേഖനം തയ്യാറാക്കാം കേട്ടോ.
ഇതാണ് അസൈൻമെന്റ്, എന്താ ലേഖനം തയ്യാറാക്കുന്നത്. നമ്മൾക്ക് ബ്ലാക്ക് ആണ്, റെഡിനെ നമ്മൾ റെഡാണ് ഇതിന്റെ തോനെയും ആൻസർ റെഡ് കളറിലേക്കാണ്. ബ്ലാക്കിൽ ചോദ്യം വരും, റെഡ് കളറിൽ എന്ത് ചെയ്യും ഈ സാധനം വരും, ആൻസറും വരും. സമയം തൊട്ട് പോവുക. നമ്മൾക്ക് ഏറെ കടമപ്പെട്ടവരാണ്, കടപ്പാടുള്ളവരാണ് നമ്മുടെ മാതാപിതാക്കൾ. ജനനത്തിന് കാരണമായ അവർ ചെറുപ്പം മുതൽക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് താങ്ങും തണലുമാണ്. അവരോടുള്ള ബാധ്യതകളെ കുറിച്ച് വിശുദ്ധ ഖുർആനും തിരു ഹദീസും ഉണർത്തിയിട്ടുണ്ട്. ഉമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കളോട് ശബ്ദമുയർത്തി സംസാരിക്കരുതെന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണെന്നും അള്ളാഹുവിന്റെ കോപം അവരുടെ കോപത്തിലാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നീ കബൂലാക്കണേ അല്ലാഹ്. നിങ്ങളെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അവരെ കാലിന്റെ കീഴിലാണല്ലോ ഞങ്ങൾക്കുള്ള സ്വർഗം, അഥവാ അവരെ പൊരുത്തത്തിലാണ് സ്വർഗം. അവരെ പൊരുത്തം നൽകണേ അല്ലാഹ്. മരിച്ചുപോയ നിങ്ങളെ ഉമ്മ ഉപ്പമാരെ ഖബർ, വല്യമ്മമാരെ ഖബർ, ഞങ്ങളെ ഇഷ്ടജനങ്ങളെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.